നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഫീമെയിൽ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ എന്ന സ്കീമിനെ പറ്റിയാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഈ റൈഡേഴ്സ് നൽകുന്നത് നിലവിലുള്ള പോളിസിയോടൊപ്പം പുതിയ പോളിസി ചേരുന്നതായാലും നിലവിലേതെങ്കിലും പോളിസി ഉണ്ടെങ്കിൽ അതിനോട് ചേർത്ത് മാത്രമേ റൈഡേഴ്സ് കൊടുക്കുകയുള്ളൂ. റൈഡേഴ്സ് മാത്രമായിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കില്ല. അപ്പോൾ നാം ഒരു പോളിസി ചേരുമ്പോൾ അതിൻ്റെ കൂടെ റൈഡേഴ്സ് ചേർത്ത് നമുക്ക് പോളിസി എടുക്കാം. ഫീമെയിൽ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞ റൈഡർ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു പോളിസി എടുക്കുമ്പോൾ ഈ പോളിസിയുടെ കൂടെ ഈ റൈഡറും ചേർക്കാം. ഈ ഫീമെയിൽ ക്രിട്ടിക്കൽ ഇൽനെസ്സിനുള്ള പ്രത്യേകത, ഇത് 3 തരത്തിലുള്ള മൊഡ്യൂളാണ്. മൊഡ്യൂൾ 1 ക്യാൻസർ കവർ. ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ, പ്രാഥമികമായി ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുകയുടെ 20% തത്സമയം ഒറ്റ തവണയായി ലഭിക്കും. അതിനുശേഷം ക്യാൻസർ മേജർ സ്റ്റേജിലെത്തി, അതല്ലെങ്കിൽ ആദ്യമായിട്ട് പരിശോധന നടത്തുമ്പോഴും ക്യാൻസർ മേജർ സ്റ്റേജിലാണ്, പ്രൈമറി സ്റ്റേജ് കഴിഞ്ഞു മേജർ സ്റ്റേജിലാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാലും ഇൻഷുറൻസ് തുകയുടെ 100% തത്സമയം നമുക്ക് ലഭിക്കും. അതിനകത്തൊരു സബ് ക്ലോസ് ഉള്ളത്, മുൻപ് പ്രാരംഭ ഘട്ടത്തിൽ കണ്ടുപിടിച്ച് നമ്മൾ 20% വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് തുകയുടെ 20% വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കിഴിച്ചേ കിട്ടുള്ളൂ. അപ്പോൾ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ പ്രാരംഭഘട്ടത്തിലാണെങ്കിൽ ഇൻഷുറൻസ് തുകയുടെ 20%, പരമാവധി അതിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള സ്റ്റേജിൽ, ക്ലൈമാക്സിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ലഭിക്കും. രണ്ടാമത്തെ മൊഡ്യൂളിൽ സ്ത്രീ സഹജമായ അസുഖങ്ങൾക്ക് വരുന്ന ചികിത്സയുടെ, സർജറിയുടെ, അതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയുടെ ഇൻഷുറൻസ് തുകയുടെ 20% ലഘുവായിട്ടുള്ള സർജറിക്ക് ചികിത്സയ്ക്കും കിട്ടും, തത്സമയം കിട്ടും, ഒറ്റ തവണയായി കിട്ടും. മേജറായിട്ടുള്ള സർജറിയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ ഇൻഷുറൻസ് തുകയുടെ 100% തത്സമയം ഒറ്റ തവണയായി ലഭിക്കും. അവിടെയും ഒരു സബ് ക്ലോസ് ഉണ്ട്, മുൻപ് നാം 20% കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കിഴിച്ച് കിട്ടുകയുള്ളൂ. ഇതാണ് മൊഡ്യൂൾ 2. ഇനി മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞ് ഗർഭകാലത്ത് വരുന്ന സങ്കീർണമായ കാര്യങ്ങൾക്ക് ചികിത്സയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യമാണ്. ഗർഭകാലത്ത് കോംപ്ലിക്കേറ്റഡ് ആയുള്ള ഒരു അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുകയുടെ 100% തത്സമയം ഒറ്റ തവണയായി ലഭിക്കും. ഇതുകൂടാതെ 3 വർഷത്തിന് ഉള്ളിൽ അംഗവൈകല്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുക മുഴുവനായും, അതായത് 100% ലഭിക്കും. ഇതാണ് മൊഡ്യൂൾ 3. ഗർഭകാലത്ത് വരുന്ന ചികിത്സ സംബന്ധമായ സർജറിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നമുക്ക് 100% ഇൻഷുറൻസ് തുക ലഭിക്കും. സങ്കീർണമായ കാര്യങ്ങൾക്കാണ്, സാധാരണ രീതിയിലുള്ള നോർമലായ കാര്യങ്ങൾക്കല്ല. സങ്കീർണമായ കാര്യങ്ങൾക്ക് നമുക്ക് 100% ലഭിക്കും. ഈ പോളിസിക്ക്, ഈ റൈഡർ സ്കീമിന് ഒരു കാത്തിരിപ്പ് കാലമുണ്ട്. അതായത് പോളിസി എടുത്തു കഴിഞ്ഞിട്ട് ഇത്ര സമയം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് മൊഡ്യൂൾ 1, 2 കാറ്റഗറിയിൽപ്പെട്ട വിഭാഗത്തിന് 180 ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഇൻഷുറൻസ് ഈ റിസ്ക് ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. അതായത് ക്യാൻസർ കവറേജും അതുപോലെ തന്നെ സ്ത്രീ സഹജമായ രോഗങ്ങൾക്കും 180 ദിവസം കഴിഞ്ഞാലേ നമുക്കതിൻ്റെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളൂ. അതുപോലെ തന്നെ മുടങ്ങിയ പോളിസി പുതുക്കുകയാണെങ്കിലും പുതുക്കിയ ഡേറ്റ് മുതൽ 180 ദിവസം കഴിഞ്ഞിട്ടേ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളൂ. മൊഡ്യൂൾ 3, അതായത് ഗർഭകാല സമയത്തുള്ള സങ്കീർണമായ അസുഖങ്ങൾക്കും സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്
270 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതായത് പോളിസി ചേരുകയോ അഥവാ പുതുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 270 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പിന്നെ അടുത്ത ഒരു ക്ലോസ്, ഈ പോളിസി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ ബാധിക്കുന്ന സ്കീമാണെങ്കിൽ, അതായത് മൊഡ്യൂൾ 1 ആണെങ്കിൽ പോളിസിക്ക് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 7 ദിവസമെങ്കിലും ഈ പോളിസി ഉടമ ജീവിച്ചിരിക്കണം. അതിനുശേഷം ആണ് നമുക്ക് ക്ലെയിം സംഭവിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പൈസ കിട്ടുള്ളൂ. അപ്പോൾ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 7 ദിവസമെങ്കിലും പോളിസി ഉടമ ജീവിച്ചിരിക്കണം. അതുപോലെ തന്നെ മൊഡ്യൂൾ 2, 3 ആ വിഭാഗത്തിൽ ഈ പോളിസി ഉടമ 30 ദിവസമെങ്കിലും ജീവിച്ചിരിക്കണം. അങ്ങനെ ഒരു ക്ലോസും കൂടിയുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഞാൻ പറയാം. ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ 7 ദിവസമെങ്കിലും പോളിസി ഉടമ ജീവിച്ചിരിക്കണം. മൊഡ്യൂൾ 2, 3 അതായത് സ്ത്രീ സഹജമായ അസുഖങ്ങൾക്കും ഗർഭകാല സങ്കീർണമായ ചികിത്സയ്ക്കും 30 ദിവസമെങ്കിലും കഴിഞ്ഞിരിക്കണം. ഇതാണ് ഈ ഫീമെയിൽ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറിനുള്ള പ്രത്യേകത.